നമ്മുടെ മൊബൈലിൻ്റെ ഗാലറിയിൽ തന്നെ ഒരുപാട് നല്ല നല്ല പുതിയ ഫീച്ചറുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കളറാക്കുന്ന ഓപ്ഷൻ കൂടി ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ പല ആളുകളും പറയുന്നത് നമ്മുടെ മൊബൈൽ ഗാലറിയിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടില്ല എന്നാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇനി നിങ്ങളുടെ മൊബൈൽ ഏതാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിലൂടെ ഏത് പഴയ ഫോട്ടോവും ഡിജിറ്റൽ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കളറാക്കി മാറ്റാൻ സാധിക്കും. ഇത് എങ്ങനെയെന്നല്ലേ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാം. അതിനു മുമ്പ് ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്കതിനായിട്ട് ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഇവിടെ കളറൈസ്ഡ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യാതെ ഇതുപോലെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യണം കേട്ടോ. അതിനുശേഷം നിങ്ങൾ സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ നിന്നും ഈ ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. കളറൈസ് ഫോട്ടോ AI എൻഹാൻസർ എന്ന ഈ ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് വേണ്ടത്. ഇവിടെ എനിക്ക് ഓപ്പൺ കാണിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഓപ്പൺ കൊടുക്കുകയാണ്. കുറച്ചു നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഫ്രീ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ചില സമയത്തൊക്കെ ഇതിൽ പരസ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ചെറിയൊരു പരസ്യമായിരിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ. എന്നാലും നല്ല രൂപത്തിൽ നമുക്കിത് ഉപയോഗിക്കാം. ഇതുപോലെ ചെറിയ പരസ്യങ്ങളായിരിക്കും വരിക. ജസ്റ്റ് അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ 3 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ഏറ്റവും മുകളിലുള്ള ഈ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഗാലറി ഓപ്പൺ ആകും. ഞാനിപ്പോൾ ഇതിൽ നിന്നും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ തിരഞ്ഞെടുക്കുകയാണ്. ഈ ഒരു ഫോട്ടോ തിരഞ്ഞെടുത്ത ഉടനെ തന്നെ നമുക്കിത് HD ക്വാളിറ്റിയിൽ പെട്ടെന്ന് തന്നെ ഇത് കളറാക്കി തരും. ഇപ്പോൾ കളറാക്കി തന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആദ്യം ഈ ഒരു രൂപത്തിലാണ് ഫോട്ടോ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഒരു രൂപത്തിലേക്ക് നല്ല ക്ലാരിറ്റിയോടുകൂടി അതിൻ്റെ ടീഷർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ സാറ്റുറേഷൻ, അതുപോലെ തന്നെ കോൺട്രാസ്റ്റ്, അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മുകളിൽ കളറിൻ്റെ ഒരു ചിഹ്നമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പ്രീമിയം വെർഷൻ, അതായത് ഇതിൻ്റെ വാട്ടർ മാർക്ക് നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. വാട്ടർ മാർക്ക് ഇവിടെ ഈ ഒരു കോർണർ ചെറുതായിട്ട് അത്ര വലിയ ശ്രദ്ധയിൽ പെടുന്ന ഒന്നല്ല കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ വിഷയമേ അല്ല. പിന്നെ ഇവിടെ നമുക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ എന്തെങ്കിലും എഴുതണമെങ്കിൽ ഇവിടെ പെന്നിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഷെയറിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിത് വാട്സപ്പിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിലേക്കോ ഡയറക്റ്റ് ഇവിടെ നിന്ന് ഷെയർ ചെയ്യാൻ സാധിക്കും. ഇനി നമുക്കിത് ഗാലറിയിലേക്ക് സേവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഇവിടെ മുകളിൽ ഈ ഒരു വലതുഭാഗത്തുള്ള ഈ ഒരു ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ചില സമയത്ത് പരസ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ പരസ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ അത് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെയുണ്ട്. ജസ്റ്റ് അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇത് ഗാലറിയിൽ സേവ് ആകും. നമുക്ക് ജസ്റ്റ് ഒന്ന് ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇമേജ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നല്ല HD ക്വാളിറ്റിയിൽ ഇവിടെ ഈ ഒരു കോർണറിൽ ചെറുതായിട്ട് ആ ഒരു കളറൈസ് എന്ന ആ ഒരു വാട്ടർമാർക്ക് ഉണ്ട്. അത്രയേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ആദ്യത്തെ ഫോട്ടോ ഈ കാണുന്ന ഫോട്ടോ ആണ്. ഇങ്ങനെ നിങ്ങളുടെ മൊബൈലിൽ ഗാലറിയിൽ സൂക്ഷിച്ചിട്ടുള്ള എത്ര പഴയ ഫോട്ടോവും ഇതുപോലെ നല്ല HD ക്വാളിറ്റിയിൽ കളറാക്കി മാറ്റാൻ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടുകൂടി സാധിക്കും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് എത്ര പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയും കളറാക്കി മാറ്റാൻ സാധിക്കും, അതും ഡിജിറ്റൽ ക്വാളിറ്റിയിൽ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.